അതിമനോഹരമായ ഒരു പ്രവൃത്തി ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത്. വ്യാഴാഴ്ച ആയതുകൊണ്ട് ഈ ഒരു സിനിമയും റിലീസ് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും സിനിമ ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരുപാട് സന്തോഷം. ഈ സിനിമ വേൾഡ് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്. എനിക്ക് സ്പെഷ്യൽ നന്ദി. ലീന, എൻ്റെ ഫാമിലി, ഇതിൻ്റെ വൈഫുണ്ട്, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ജീവിതത്തിൽ ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് മെയ് 21. ആ സന്തോഷമുള്ള ദിവസത്തിൽ നമ്മളെല്ലാവരും കാത്തിരുന്ന ദൃശ്യം 3 റിലീസായി. ആ സിനിമ ലോകമെമ്പാടും അതിഗംഭീരം. മോഹൻലാൽ സാർ, അത് എന്താ പറയാന്നറിയില്ല, മീന മാം, എല്ലാവരോടും, കുമാർജി, അതിയായ സന്തോഷമുണ്ട്. എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പടം സൂപ്പർ, ഒന്നും പറയാനില്ല. നമ്പർ 1. ഒരു 100 കോടിക്കുള്ള പടം പോരാ. അതിനെ കമ്പയർ ചെയ്യരുത്, അതിനേക്കാളും വേറെ ഡിസൈൻ. അതെ, ഈ ലാലേട്ടന്റെ ഈ ജന്മദിനത്തില് ലാലേട്ടൻ നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഈ സിനിമ. ഈ ദൃശ്യം 3 ലാലേട്ടൻ തൂക്കി. ഈ വർഷം ലാലേട്ടൻ കൊണ്ടുപോയി. ഈ വർഷം തുടക്കം തന്നെ ലാലേട്ടൻ 100 കോടിയുമായി ഈ സിനിമ വൻ വിജയമായി മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ ആരാധകരും. ആ ഒരു ആരാധകരുടെ നിലയിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ അതിമനോഹരമായ സന്തോഷം തന്നെയാണ് ഈ സിനിമയ്ക്ക് കുറിച്ച്. പണ്ടൊക്കെ പുലിമുറിയുടെ തിരക്കുണ്ടല്ലോ, ടിക്കറ്റ് ഇട്ടാണ്ട് ആൾക്കാരല്ല നമ്മ തുടരുന്ന കണ്ട പോലെ. അതേപോലെ ദൃശ്യത്തിനും തിരക്കായിരിക്കും. ഇതിനൊക്കെ ആർക്കും ടിക്കറ്റ് ഇട്ടാൻ വഴി ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് പടം ചെയ്തിരിക്കണം. ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് ഇത്രയും എന്താ പറയാ, ഈ ബർത്ത്ഡേ തന്നെ ഇത്രയും നല്ലൊരു സമ്മാനം കിട്ടിയ പോലെ ഞങ്ങൾക്ക് ഒരു ഫീൽ ചെയ്യണം. ഓക്കെ, ഗംഭീര സിനിമ. കാരണം ഈ സിനിമ പറയുമ്പോൾ തന്നെ, ദൃശ്യം എന്ന് പറയുമ്പോൾ തന്നെ, ഇപ്പൊ നമ്മളുടെ ഒരു എന്താ പറയുക, ചെറിയ സ്കൂള് കഴിഞ്ഞ് ആ സമയത്ത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യ ഭാഗം കണ്ടത്. അപ്പൊ ഇതേ തിയേറ്ററിൽ വെച്ച് തന്നെയായിരുന്നു. അത് കണ്ട് വണ്ടറടിച്ച് ഇറങ്ങിയ ഒരു മൂമെന്റ് ഇപ്പോഴും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റും. അപ്പൊ അതിനുശേഷം ഈ ഒരു ടീമിനോട് പ്രവർത്തിക്കണമെന്നൊരു ആസ് എൻ ആക്ടർ എനിക്ക് ആഗ്രഹം. ആക്ടർ ആയിരുന്നില്ല. അപ്പൊ അതിനുശേഷം 2ാം ഭാഗം കണ്ടു. പിന്നെ നേരിൽ ഭാഗമാകാൻ പറ്റി. ജിത്തു സാറിന്റെ ടീമിനോട്, ലാൽ സാറിനോട് പ്രവർത്തിക്കാൻ സാധിച്ചു. പക്ഷെ ഇത് ഭയങ്കര ഒരു സ്പെഷ്യൽ മൂമെന്റ് ആയിരുന്നു. കാരണം ലാൽ സാറിന്റെ ബർത്ത്ഡേ അന്ന് തന്നെ ലാലേട്ടനുള്ള ഒരു തിയേറ്ററിൽ ഈ ഒരു ഇത്രയും മലയാളം അല്ലെങ്കിൽ കേരളം, ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്ന ഒരു ഫ്രാഞ്ചൈസിന്റെ 3ാം പതിപ്പിൽ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഇരുന്ന് അതേ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണാൻ സാധിച്ചു. അത്രയും എന്താ പറയുക, ഞാൻ അധികം ഇതിനെപ്പറ്റി പറയുന്നില്ല. കാരണം എനിക്കൊന്ന് തിയേറ്ററിൽ തന്നെ ആൾക്കാരെ വന്ന എക്സ്പീരിയൻസ്, എല്ലാ ഭാഗങ്ങളും 1ാം ഭാഗവും 2ാം ഭാഗവും ആൾക്കാരെ വണ്ടടിപ്പിച്ച പോലെ തീർച്ചയായിട്ടും അതിന് വലിയ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും, മലയാളികളും അല്ലെങ്കിൽ ബാക്കി ഇന്ത്യയിലുള്ള എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ ഇതൊരു വലിയ വിജയമായി തീരും, അല്ലെങ്കിൽ നമുക്കൊരു അഭിമാനം തന്നെ ആയിരിക്കും ഈ സിനിമ എന്ന് നല്ല രീതിയിൽ ഉറപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. മാക്സിമം ഇതിന്റെ സ്പോയിലർ ഒന്നും ആരും പുറത്തു വിടരുത്. അതാണ് നമ്മളിപ്പോൾ പല സിനിമകളുടെ ഓരോ സീക്വൻസ് ആൾക്കാർ ഷൂട്ട് ചെയ്ത് പുറത്തു വിടുന്നത്. അപ്പോൾ അതൊന്നും ആരും ചെയ്യാതെ ഇതിന്റെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എൻജോയ് ചെയ്യട്ടെ. കാരണം തിയേറ്ററിലാണല്ലോ സിനിമ എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ So that was a great experience, great vibe, wonderful movie. The suspense was too good till the end, and it kept us holding till the end. And when the suspense opened, really I'm waiting for the remake in Bollywood as well. So hoping the movie runs very well. It will be a blockbuster hit. So wishing Mohanlal all the best on his birthday, and this is a special gift for him, I guess. Which part do you like most? First part so or second part? Second part was a wonderful part because that was the real suspense of the movie, and we never ever expected how it will turn out to be.
and it was really wonderful. Hero Mohanlal is the real hero of the movie. ഈ ഓണം നമ്മൾ ആഘോഷിച്ചു കുറേ കാലമായില്ലേ എന്തായാലും ഉഷല്ലേ പറഞ്ഞില്ലേ കാണണം 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 വിളിച്ചു പറയാം എല്ലാവരുടെ അടുത്തും ഓക്കെ